കൊല്ലണോടാ ഒരേ ഒരാളെ. കാടിളക്കാൻ പട്ടികളുണ്ട്. ഇര വന്ന് വീഴാൻ പാകത്തിന് വലയും വിരിച്ചിട്ടുണ്ട്. നിന്റെ വിറയ്ക്കാത്ത കൈയും പിഴയ്ക്കാത്ത ഉന്നവും. എനിക്ക് ആവശ്യം അതാണ്. പണി വെടിപ്പായാൽ പിന്നെ നിനക്ക് കാട് കയറാം. തോട്ടയും തിരയും കൊണ്ട് നടക്കുന്ന നിന്റെ സഞ്ചി നിറയെ 1000-ന്റെ ചുവന്ന നോട്ടുകളുമായി. കേട്ടോടാ പാണ്ടി? പറ പാണ്ടിടാ മോനെ. ചമ്രങ്കൽ വേല കഴിഞ്ഞാൽ 7ന്റെ ഉള്ളിൽ പഴഞ്ഞിപ്പാറ ദേശത്തെ മണ്ണിൽ ചോര വീഴും എന്നുള്ളത് പഴയ വിശ്വാസ. നമ്മുടെ കാരണവന്മാർ കുരുതി നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാളിയാർ മഠത്തിലെ കാരണവന്മാർ നരബലി തന്നെ നടത്തിയിരുന്നു ദേവിപ്രസാദത്തിനായിട്ട്. ആ, എന്റെ പൊന്നനിയന്മാരെ വിളിപ്പിച്ചതേ ഒരു കുരുതിക്ക് കൂടാനാ. ഊരായ്മക്കാരായി വല്യച്ഛന്റെ മോൻ, കൂടപ്പിറപ്പ്, സ്വന്തം രക്തം, അവൻ പ്രാണൻ വിടുന്നത് കാണാൻ. വണങ്കാമുടി. ആ, ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആ പാണ്ടി ചെന്നായ എര പിടിച്ച് കാട് കയറി മറഞ്ഞോളാൻ. ശരി, അവർ മീനാക്ഷിപുരത്ത് എത്തുന്നു. വണ്ടി എടുക്കടാ. കെണി ഒരുക്കിയത് ചാത്തമ്പാറ വഴിയില്ല. ആ, കൊല്ലണോ? പേടിയുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് പോടാ. എടാ, വല്യേട്ടനുള്ള എന്തിനാടാ പേടി? ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം അറിഞ്ഞു അവൻ. ഇനി കൊല്ലാതെ വേറെ വഴിയില്ല. വലിയേട്ടൻ പറ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്. വിജയ, വണ്ടി എടുക്കടാ. വഴി മാറിയില്ല, നേരം തെറ്റിയില്ല. വന്നു എന്റെ ഇര, എന്റെ ശത്രു, എന്റെ സഹോദരൻ, ദേവർമഠം നാരായണൻ. ഉടല് പൊട്ടിച്ച കൊടുങ്കാറ്റ് പോലെ നീ കാളിയാർ മഠത്തിലേക്ക് പോയെന്നും ഞങ്ങളുടെ അച്ഛനെ തെറിവാക്കുകൊണ്ട് കിടക്കപ്പായിന്ന് പൊക്കി നിർത്തിയെന്നും കേട്ടു. മറച്ചു വെച്ച സത്യം അറിഞ്ഞതിന്റെ രോഷം നിനക്കത് വലിയ മുറിവായി അല്ലേ നാരായണ? നായാടികളുടെ നിയമം മുറിവേറ്റ മൃഗത്തിനെ പിന്തുടർന്ന് കൊല്ലണമെന്ന. നിന്നെ കൊല്ലാനാ എന്റെ തീരുമാനം. സൂപ്പർ ഡയലോഗ് വെച്ചേ മാനെ ഗിരി. ഇത് എങ്ങനെയാടാ 8 കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നേ? കേട്ടിട്ട് കോൾമേരി കൊള്ളുന്നു മാനെ. നീ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ഗുഡ് ബാഡ് ആൻഡ് ദ അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ നടന്നു. അതിലൊരു ഡയലോഗ് ഉണ്ട്, ഇഫ് യു വാണ്ട് ഷൂട്ട് ഷൂട്ട് ഡോണ്ട് ടോക്ക്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം, ഇടയിൽ കൊണാരം അടിക്കരുത്. നിന്നെ ഈ പിള്ളേരെ നിർമ്മിച്ച തന്ത, അതായത് എൻ്റെ ചെറിയച്ഛൻ മൂപ്പിൽ കുഞ്ഞമ്പൂന്നായിരുന്ന മൂപ്പിൽ യശ്മാനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ചത്തു തെക്കോട്ട് എടുക്കുന്നതിന് മുമ്പ് കിഴവന്റെ കണ്ണിൽ നിന്ന് ചോര വരുത്തോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തരി മണ്ണ് കൊണ്ടുപോലും ദേഹം വേദനിപ്പിക്കാതെ. അത് പുരുകവും പീലിയും നരച്ച തന്തയ്ക്കുള്ള കൺസിഡറേഷൻ. നിനക്കും അനിയൻ ചെക്കന്മാർക്കും അത് കിട്ടില്ല. പിപ്പിടി കാട്ടാൻ നാരായണന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് ചന്തിയിൽ തൊലിയാൻ പൊളിക്കും. കാട്ടേ വണ്ടി ഇട. മനേ ഗിരി, അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയതാണ്. ഇത് കളി മലങ്കോളാണല്ലോ സഹോദര. ആ അതെടാ, അമ്പലമുറ്റത്ത് കബഡി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ നമുക്ക്? ഇത് കടസിക്കളി, ചാവില് മാത്രം തീരുന്ന കളി.
നടുവിൽ ഒരായുസുകാലം ഒറ്റക്കാലിൽ തപസ് ചെയ്ത് വരം നേടിയിട്ട് വാ ദേവർമഠം നാരായണന്റെ മരണം കാണാൻ. തല്ല് കിട്ടുമെന്നറിയുമ്പോ വാലും പൊക്കി ഓടുന്നവന്റെ പുറകെ ADC ആയിട്ട് നടക്കുമ്പോ ഓർക്കണം, ദേഹം വേദനിക്കുന്നു. പോടാ വീട്ടിൽ പോടാ. വെടിവെക്കാൻ വന്നത് തന്നെയാ, അത് വെടിപ്പാക്കിയിട്ടേ പോകൂ. പാണ്ടി ഈറ്റടാ പുല്ലിനെ. ഇത്ര ദിവസം അമ്മയ്ക്ക് ദീനം കൂടി. അവിടെ നോക്കാൻ വേറെ ആരുമില്ലല്ലോ തമ്പുരാട്ടി. ഹയ്യ, അമ്മയ്ക്ക് ദീനം അച്ഛന് വാദം. തിന്ന് നെയ് കൂടിയതിന്റെ ആടി നിനക്കൊക്കെ പൊയ്ക്കും. ശ്രീകരം, ഇനി കണ്ടടം നിരങ്ങാൻ പോയാ പിന്നെ ഈ പടി ചവിട്ടി പോരുത്. പോടി. ഈശ്വര, ഇതാരാ? സാവിത്രി മോൾ ഇത് എപ്പോ വന്നു? ഞാൻ ആദ്യം കരുതിയത് അമ്മായി എന്നെ വഴക്ക് പറയുന്നെന്നാ. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ചു ദിവസമായി. അയ്യോ, അമ്മായിയുടെ കുട്ടിയെ വഴക്ക് പറയാനോ? അല്ല ഗംഗാരമെന്നെ, ഇവളെ ഇങ്ങനെ അച്ഛൻ വീട്ടുകാർ കൊണ്ടുപോയി പാർപ്പിച്ച ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? ഈ ഷട്ടിൽ സർവീസ് നിർത്തിയിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്ഥിരമായിട്ടൊന്ന് താമസിപ്പിക്കണം. കുഞ്ഞമ്പേട്ടനെ കണ്ടോന്ന് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ഒരു നീറ്റല്ലേ, കുട്ടിക്ക് മരുന്നൊന്നും മാറിയിട്ടില്ലല്ലോ. അച്ഛനെ തലയൊന്നിങ്ങനെ വെച്ചേ. അങ്ങനെ ഇനി കണ്ണ് മുറുക്കെ അടച്ച് 5 മിനിറ്റ് കിടന്നോളൂ കേട്ടോ. തുറക്കുമ്പോഴാ എരിയണ പോലെ തോന്നുക. 5 മിനിറ്റ് ഒന്നും അടച്ചു പിടിക്കാൻ വയ്യ. പറയണത് അനുസരിച്ചാൽ അവനവന് നല്ലത്. എന്താന്ന് ചോദിച്ചാല് ഓരോ സാധനങ്ങൾ അവിടെ എവിടെ ഒളിപ്പിച്ചു വെച്ചാ മനുഷ്യൻ എന്താ ചെയ്യാ? ഫോർ എക്സാമ്പിൾ, ഈ ടംബ്ലർ ഇത് ആരവിടെ കൊണ്ടുവന്ന് വെച്ചേ? ഒരു സാധനം വെക്കേണ്ടടുത്ത് വെക്കില്ല. എന്താ കുട്ടി നിനക്ക് കണ്ണ് കാണുന്നില്ലേ? അച്ഛനിപ്പോ ധൃതരാഷ്ട്രല്ലേ, നമ്മുടെ ധൃതരാഷ്ട്രം. അതുപോലെ ഒരു അന്ധന്റെ മാരെ കിടക്കല്ലേ? അന്ധനല്ല, അന്ധൻ. അത് തന്നെ. അപ്പൊ നമ്മുടെ കാന്താരി കണ്ണുമൂടി കെട്ടിയില്ലേ? കാന്താരിയും പച്ചമുളകൊന്നും അല്ല കുട്ടി, ഗാന്ധാരി, ഗാന്ധാരം. കറക്റ്റ്. അപ്പൊ ഇത് അറിയാല്ലേ? ഇനി വേണമെങ്കിൽ കണ്ണു തുറന്നോളൂ കേട്ടോ. കള്ളി, മൂപ്പിൽ കുഞ്ഞമ്പുതാരുടെ പടപ്പെട്ടിന്ന് മോഷ്ടിക്കാൻ നിനക്കേ ധൈര്യം ഉണ്ടാവും. 1 1 1.5 1.5 2 2 2.5 ഇടി പകൽക്കൊള്ളക്കാരി. അയ്യോ വന്നോ? യെസ്. ഇന്ന് എത്രയുണ്ട്? വട്ടച്ചെലവിന് വല്ലവും ചോദിച്ചാ അറുത്ത കൈക്ക് സോൾട്ട് തേക്കാത്ത നായർക്ക് 100 ചോദ്യങ്ങളാ. പിന്നെ ഇതല്ലേ നല്ല വഴി? പറ, എന്താ ലാസ്റ്റ് നടന്ന പെണ്ണ് കാണല്? എന്ത് കൊനഷ്ട പറഞ്ഞു മുടക്കി? നല്ല ചൊങ്കനൊരു IT എഞ്ചിനീയർ ഫ്രം ബാംഗ്ലൂർ. കടുത്ത ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടായില്ലെന്ന്. മിസ്റ്റർ ദേവർമഠ നാരായണൻ സാർ അറിയുന്നുണ്ടോ നീ നടത്തുന്ന ഈ ഡിഫൻസ്? അയാൾക്കൊരു ചുക്കും അറിയില്ല. അയാളുടെ ഷഷ്ടി പൂർത്തിയും ഞങ്ങളുടെ കല്യാണവും ഒന്നിച്ചായിരിക്കും. ഇടി കരട്ടെ. എന്റെ പ്രിയപ്പെട്ട ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കുറച്ച് റൊട്ടിയാക്കി കളഞ്ഞ. എടി, അവളുടെ ആഗ്രഹം പോലെ മനസ്സിന് പിടിച്ച ഒരു ബന്ധം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാതെ വയ്യല്ലോ എങ്ങാതരാ. അച്ഛനും അമ്മയും നേരത്തെ പോയ കുട്ടിയാണ്. അവളുടെ മനസ്സ് കലങ്ങുന്നത് കാണാൻ എനിക്ക് വയ്യ. എന്നാ പിന്നെ അവളുടെ ഇഷ്ടം എന്താച്ചാ അത് പറയാനാ ഞാൻ. അവളുടെ ഇഷ്ടം. ആ നാരായണന്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അവളുടെ അമ്മാമ്മയുടെ അടിയന്തരം കഴിഞ്ഞിട്ട് ആയിക്കോളാൻ. ആ വാക്ക് മാറില്ല. 13-ാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിക്കൊന്നവൻ
എന്നെയും എന്റെ കുടുംബത്തെയും ശത്രു ഇവിടെ നമ്മുടെ പത്മാസുബ്രഹ്മണ്യൻ തകർത്ത് ഡാൻസാ. ഇതെവിടെയാ സഹോദര? പാടത്തോ പറമ്പിലോ? ഇന്നെപ്പോലെ അല്ലടേ മാളെ, അഷ്ടിക്ക് വക തേടി പാടത്തും പറമ്പത്തും വെയിൽ ഒരുപാട് കൊള്ളണം. മൂപ്പിൽ കുഞ്ഞമ്പൂ നായര് ആയ കാലത്ത് കട്ടുമൂട്ടിച്ച് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നിനക്കൊക്കെ 3 times കാലം നീട്ടിയിരുന്ന് വയറ് നിറച്ച് ഞണ്ണ. നീ ആ നൃത്തവിലോലിക്കൊന്ന് കൊടു. ഇത് പറ, എന്നാ അവിടെ ഫിലിം ഷൂട്ടിംഗുകാര് വരണത്? എന്താ നിന്നെ കെട്ടിയെടുക്കുന്നുണ്ടോ? യെസ്. ഈ ജന്തുവിനെ കൊണ്ടുവരണോ? പൊട്. എന്തുവാ? അതിനെ കണ്ടിട്ട് കാലം കുറെ ആയി. ഒന്ന് കൊടു. കൊടുക്കട്ടെ. ചെകിട്ട് തുറണം. എന്നാ ആരാ നിന്റെ നായര്? സത്യവാൻ നാരായണ, സാവിത്രി ഹിയർ. നിധി കാക്കുന്ന ഭൂതം മൂപ്പിൽ കുഞ്ഞമ്പൂ നായരുടെ ആമാടപ്പെട്ടിയിൽ നിന്ന് നിറമങ്ങുന്ന ഓട്ടമുക്കാലേ. ഇങ്ങനെയൊക്കെ മതിയോ? ഇതിനുള്ള മറുപടി തന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ വരുന്നുണ്ട്. പിച്ചാത്തിവാസം. ഈ കരിങ്കുറയിനെ കാണാൻ വേണ്ടിയാണ് ഇത്ര ബഹളം. ആൾക്കാർക്ക് വേറെ പണിയില്ലേ? എന്തൊരു ചൂട്! ഒരു ക്യാരവനെ കൊണ്ടുവരുന്നുള്ളൂ. മദ്രാസിൽ വിളിച്ചിട്ട് രക്ഷയില്ല സാർ. എല്ലാം തമിഴ് ആർട്ടിസ്റ്റുകൾ ബുക്ക് ചെയ്തിരിക്കുക. ഹീറോയും വന്നില്ലേ? വന്നു സാർ. അഭിലാഷ്, ഇതാ നമ്മുടെ ഡാൻസ് മാസ്റ്റർ. ഹലോ സാർ. ഒരു ഹീറോ സോങ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? കൊള്ളാം, നന്നായി ചെയ്യുന്നുണ്ട്. ആ. വിമൽ, ലെറ്റ്സ് സീ വൺസ്. ബോയ്സ്, ഗേൾസ്, സൗണ്ട്. ഒരു ക്ലാസിക്കൽ സാധനം ഒന്ന് പ്ലാൻ ചെയ്തേക്ക്. കുറച്ച് കാലം വേറെ നാട്യത്തിന് ഒന്ന് കൈവച്ചിട്ട്. അയാളങ്ങനെ പലതും പറയും, മൈൻഡ് ചെയ്യണ്ട. ജോൽസിനോട് വാഴൂർ ജോസാ? എടോ ജോൽസിന ഈ പറഞ്ഞ ഹീറോയിൻ, അവളോട് താൻ പറഞ്ഞില്ലേ എന്റെ സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊണ്ട് ഈ പടത്തോളം ഫിക്സ് ചെയ്യാം. പിന്നെ അവള് രാവിലെ മുതൽ കയറ് പിടിക്കുക. എന്തേ സാറ് വന്നില്ലേ, സാറ് വന്നില്ലേ എന്ന്. അവളുടെ ടൈം തെളിഞ്ഞു. എവിടെ വിളിക്കൂ? ഇപ്പൊ വരും. ഇന്റർനെറ്റ് നോക്കാനെന്ന് പറഞ്ഞ് ഈ സ്ഥലത്തിന്റെ ഉടമ. ആരാ അവൻ? തന്നെ ഏത് സ്കൂളാണ് പഠിപ്പിച്ചത്? കൊണ്ടാണോ? That's really surprising. ഈ വില്ലേജിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇന്റർനെറ്റ് പോയിട്ട് മൊബൈൽ സിഗ്നൽ കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല. ലോകം ഒരൊറ്റ ഈ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിസ് ജോൾസിന. അറിയും മുമ്പ്, അറിയാൻ ശ്രമിക്കും മുമ്പ് അണ്ടർ എസ്റ്റിമേഷൻ നന്നല്ല ഒന്നിനെ കുറിച്ചും. Now you can check your mails and send replies. Oh, I just want to check my mail. Do whatever you want. Your phone. ഓ, അതാ ബോറനാ ഈ ഫിലിമിലെ ഹീറോ. സോറി, വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും, അതുകൊണ്ട് പറഞ്ഞതാ. ധീരോദാത്തൻ അതിപ്രതാപഗുണവൻ വിഖ്യാത വംശൻ ധരാപാലൻ നായകൻ. അത് നായക ലക്ഷണം എന്നാണ് നാട്യശാസ്ത്രം പറഞ്ഞത്, അല്ലാതെ നടന്റെ ലക്ഷണമെന്നല്ല. ഒരു നല്ല നടൻ ചിലപ്പോൾ ബോറനായേക്കാം, ഒരു ബോറൻ ചിലപ്പോൾ നല്ല നടനും ആവാം. ഇത് ബോറൻ മനുഷ്യനും ബോറൻ നടനുമാണ്. എ റയർ കോമ്പിനേഷൻ. ആ കാളിയാർമട ഉണ്ണിയാഴ്ച കണ്ട് കാലം കുറെ ആയി. വെള്ളോടി മാഷ ഷൂട്ടിംഗ് കാണാൻ പോയില്ലേ? വെളുപ്പാൻ നേരത്ത് അരിവെപ്പുകാരൻ ചെക്കൻ വന്ന് ഷൂട്ടിങ് കൂവിയപ്പോ ഉള്ളൊന്ന് കാളി. ഞാൻ കരുതി ആരോ തോക്കൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടാ. എന്നാണ് ആ ഒരു നിലവിളക്കം പിടിച്ച് ഈ പടിയൊന്ന് ചവിട്ടി കയറുന്നത്. മാഷിന്റെ നാരായണനോട് തന്നെ ചോദിക്കും. സിനിമ നടി ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ണിത്തമ്പുരാന്റെ കമ്പ്യൂട്ടറിൽ എന്താ ചെയ്യാൻ വന്നതാ? ഇതാ പണ്ടുള്ളവര് പറഞ്ഞത്. താങ്കേറിന്റെ അടുത്ത് താങ്കേറിയിരുന്നില്ലെങ്കിൽ നാരായണൻ സാറിന്റെ കമ്പ്യൂട്ടറിൽ നടി കയറിയിരിക്കും. Oh, that was really funny. ഇവള് പശ കാണും മോളെ. മാനെ മാലു, എപ്പോ നൃത്തകുണ്ടലിനി, വെൽക്കം ടു ദേവർ മഠം. താങ്ക്സ് നാണു. ജോത്സ്ന ഇതെന്റെ അനിയത്തി മാലു. Hi. ഇത് സാവിത്രി. ഷീസ് മൈ. വുഡ് ബി. Oh, is it? പറയാമോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. വയസ്സുകാലത്ത് വെള്ളം ചൂടാക്കി തരാൻ ഒരാള്. അതിനെന്തിനാ ഒരാള്? ഒരു ഹീറ്റർ മേടിച്ചു വെച്ചാ പോരെ? സ്റ്റൈലാക്കല്ലേ? എന്നോട് പറഞ്ഞു. എന്റെ ചിരിയും കളിയൊക്കെ കുറച്ച് കൂടിയപ്പോ അഡ്വാൻസ് ആയിട്ട് തന്നെ പുള്ളി പറഞ്ഞു സാവിത്രിയെ കുറിച്ച്, നീണ്ടു പോകുന്ന നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച്. എനിവേ യു വെരി ലക്കി. ഞാൻ പോട്ടെ, ഷൂട്ട് തുടങ്ങാറായി കാണും. See you guys. Bye, sweetheart. സ്മാർട്ട് ഗേൾ. എന്താ വേണോ?
അതിനുള്ള ലക്കിയൊന്നും നമുക്കില്ലല്ലോ എന്റെ മാനേ.